അപ്പോൾ പ്രേതം ഈ സിനിമ കാണാനുള്ളൊരു പ്രധാന കാരണം അതിന്റെ ടൈറ്റിൽ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പ്രേത സിനിമയ്ക്ക് ആകാശഗംഗ, മേഘസന്ദേശം, സമ്മർ പാലസ്, ഭാർഗവി നിലയം ഇങ്ങനെയുള്ള പേരുകളാണല്ലോ മലയാളത്തിൽ കൊടുത്തു പോന്നിരുന്നത്. എന്നാൽ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് പ്രേതം എന്ന് തന്നെ. അപ്പോൾ അതിലൊരു വ്യത്യസ്തതയുണ്ട്. എന്താണ് ഈ പ്രേതം എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും വന്നു. മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൽ നമ്മുടെ ഗോവിന്ദ് പത്മസൂര്യയും പേർളി മാണിയും ഉണ്ട്. ഈ സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന ഇരുവരും ഭയങ്കര ജനപ്രീതി നേടുകയും എന്നാൽ ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഒരുതരം വീഡിയോ സോങ് റിലീസ് ചെയ്ത് ഇവരെല്ലാവരും തെറിവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഈ പടത്തിൽ ഇവർ രണ്ടുപേരും അപാര വെറുപ്പിക്കലായിരിക്കും എന്നൊക്കെയുള്ള കമന്റുകൾ വന്നത്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കണ്ടു കളയാമെന്ന് തോന്നി. അങ്ങനെ പടം തുടങ്ങി. പടത്തിലെ 3 മെയിൻ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറച്ച് കോമഡികളൊക്കെ കാണിച്ചു. ശേഷം ആ സൂപ്പർ നാച്ചുറൽ പവറിന്റെ വരവായി. പിന്നീട് അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കോമഡികൾ. ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ വന്നാൽ ഒരു കിടിലൻ ഐറ്റം ആയിരിക്കും. അങ്ങനെ അതും കഴിഞ്ഞാണ് നായകന്റെ എൻട്രി. നായകന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് മെന്റലിസ്റ്റ് ആണ്. അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് ഒരു പടത്തിലും ഞാൻ കണ്ടിരുന്നില്ല. സോ അതൊരു പുതുമ തന്നെയായിരുന്നു. ശേഷം നായകനും കുറച്ച് പാരാനോർമൽ ആക്ടിവിറ്റികൾ ഫേസ് ചെയ്യുന്നു. ആള് പ്രശ്നം കണ്ടുപിടിക്കുന്നു. ഇതിനിടയിൽ നായകനും ആദ്യം പറഞ്ഞ 3 പേരും തമ്മിലുള്ള ചില ക്ലാഷ്. അങ്ങനെ ഒടുക്കം നായകൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സത്യം കണ്ടെത്തുന്നു. സോ നമ്മൾ സ്ഥിരം കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഐറ്റം, ഒരു 100% സാറ്റിസ്ഫാക്ടറി സിനിമ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജിപിയും പേർളി മാണിയും അത് വെറും ഹേറ്റ് കമന്റായി മാത്രം അവസാനിച്ചു. കാരണം സിനിമയിൽ ഇരുവരും നന്നായി പെർഫോം ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയിൽ നിന്നാണ് ഞാൻ വേറൊരു കാര്യം പഠിച്ചത്. നമ്മൾ കള്ളം പറയുന്ന കാര്യങ്ങൾ റിവേഴ്സ് ഓർഡറിൽ ഒരേപോലെ പറയാൻ പറ്റില്ല എന്ന്.